എന്റെ ആഗ്രഹം ഇവൻ സുശേഷവേല ചെയ്യണമെന്ന്. എൻ്റെ അടുത്ത് വരരുത്. അപ്പന്റെ അമ്മയുടെ റോളുണ്ട്. നമ്മൾ ഭയങ്കര അപരാധമാണ് ഈ പിള്ളേരോട് ചെയ്യുന്നത്. അപ്പനും അമ്മയും ദൈവവചനം അനുസരിച്ച് അവരെ ജീവിച്ച് കാണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ ഒളിച്ചോടുകയാണ്. ആദ്യം ജീവിക്കുക, പിള്ളേരുടെ മുമ്പിൽ ജീവിക്കുക. ശുഭപ്രാർത്ഥനയ്ക്കകത്തിരുന്ന് വാചാലമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതല്ല, ജീവിതത്തിൽ കാണിക്കണം. എന്തുകൊണ്ടാണ് തലമുറകൾ ചേഞ്ച് ആകാത്തത്? We do not have a consistent life. Big talk ആണ്, പക്ഷെ വോക്കില്ല. എല്ലാ മാതാപിതാക്കളും ഇത് മനസ്സിലാക്കണം. Don't deceive yourself and don't deceive your children. എന്തൊരു നിശബ്ദത കണ്ടോ? പറയാൻ ആർക്കാ വയ്യാത്ത പ്രസംഗിക്കാൻ? പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കുമ്പോഴാണ് മകനും മകളും ഓ അതാണ് ഇതിന്റെ അർത്ഥം. Why is my father doing that? Why is my mother sacrificially doing that? അത് ചോദിക്കുമ്പോൾ മാതാപിതാക്കൾ മോനെ, this is the word and even if it means material loss, we are going to abide by the word. ഇത് ആ കുട്ടിയുടെ അകത്ത് പതിയും. അല്ലാതെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്തിരുന്ന് വാചാലമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതല്ല, ജീവിതത്തിൽ കാണിക്കണം. അല്ലെങ്കിൽ ഒന്നും നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചു, ഇതൊന്നും സൺഡേ സ്കൂൾ നല്ലതാണ്, സൺഡേ സ്കൂൾ ആളുകൾ രക്ഷിക്കപ്പെടും. പക്ഷേ അപ്പനും അമ്മയും ദൈവവചനം അനുസരിച്ച് അവരെ ജീവിച്ച് കാണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ ഒളിച്ചോടുകയാണ്. അമ്മ എന്ത് ചെയ്ത് തൊഴിലുറപ്പിന് പോയിരിക്കുക, വല്യമ്മ എന്ത് ചെയ്യേ നടക്കാൻ വയ്യായാലും വിസിറ്റിംഗ് അങ്ങ് ഭയങ്കര വിസിറ്റിംഗ്. പ്രിയരെ, യഥാർത്ഥത്തിൽ കുടുംബജീവിതം എന്താണെന്ന് ചിന്തിക്കുക. എന്തൊരു ഉത്തരവാദിത്തമാണിത്. മദർഹുഡ് എന്ന് പറയുന്നത്, ഒരമ്മയാകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒന്നോ എന്റെ കരിയറാണ് എനിക്ക് വലുത്. നിനക്കൊരു ചുക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് വീട്ടിൽ ഭാര്യയുടെ റോള്, അമ്മയുടെ റോള്, അത് ദൈവം ഡിഫൈൻ ചെയ്തതാണ്. ഇറ്റ്സ് ഹ്യൂജ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്തീയമായ അനുഭവങ്ങളിൽ നിൽക്കുന്നവരുടെ തലമുറകളൊക്കെ വല്ലാതെ പോകുന്നത്? നമ്മുടെ പ്രയോറിറ്റീസ് മാറി. ചിലയിടങ്ങളിൽ ഭർത്താവും ഭാര്യയും കിടന്ന് ജോലിക്ക് പോകും, ചിലയിടത്ത് ഭാര്യമാർ പോകും, ഇയാള് പൊട്ടറ്റോ ചിപ്സും കഴിച്ചുകൊണ്ട് സോഫായി കിടന്നുറങ്ങും. ആ നിവൃത്തിയില്ല, അവർക്ക് പോയേ നോക്കും. കൊച്ചിന് വല്ലതും കൊടുക്കണ്ടേ? ടി വി ഒക്കെ കണ്ട് പൊട്ടറ്റോ ചിപ്സും ഒക്കെ കഴിച്ച് ഒക്കെ വിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാത്തി ഒന്ന് വിളിക്കും, ഐ എം അലൈവ്. ഇതാണ് കുടുംബജീവിതം. CCTV വെച്ചിരിക്കുക എല്ലായിടത്തും. ഞങ്ങൾ രണ്ട് ജോലിക്ക് പോകും, അതവിടെ കിടന്ന് എഴഞ്ഞും എഴുന്നേറ്റ് നിന്നും താണും വീഴും ഒക്കെ എന്നിട്ട് അവിടുന്ന് വിളിക്കും, മോനെ എഴുന്നേറ്റ്. എന്നിട്ട് 22ാമത്തെ 25ാമത്തെ വയസ്സിൽ തലതിരിഞ്ഞ് പോകുമ്പോൾ ഏതെങ്കിലും ഉപദേശം എടുത്തു, പക്ഷെ പ്രത്യേകം പ്രാർത്ഥിക്കണം, എന്റെ ആഗ്രഹം ഇവൻ സുശേഷവേല ചെയ്യണമെന്ന്. എൻ്റെ അടുത്ത് വരരുത്. വന്നാൽ ആദ്യം നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. സുശേഷവേല. അപ്പന്റെ അമ്മയുടെ റോളുണ്ട്. നമ്മൾ ഭയങ്കര അപരാധമാണ് ഈ പിള്ളേരോട് ചെയ്യുന്നത്. നമ്മുടെ അജണ്ടകൾ ഉള്ളിലിരിക്കുന്നതല്ല, മറ്റൊന്നാണ്. ദൈവവചനം വീട്ടിൽ പഠിപ്പിക്കുന്ന എത്ര അപ്പന്മാരും അമ്മമാരും ഉണ്ട്. ഫാമിലി റിട്രീറ്റ് ഉണ്ട്, പക്ഷെ ഒന്നും ഓർക്കല്ല, എനിക്ക് വരാനൊക്കത്തില്ല. ബൈബിൾ സ്റ്റഡി ഉണ്ടോ? അയ്യോ പക്ഷെ ഭയങ്കര ആഗ്രഹം, പക്ഷെ വരാനൊക്കത്തില്ല. ഞായറാഴ്ച നോക്കട്ട് വരാൻ കൊള്ളാം. എന്നിട്ട് നിന്റെ മക്കൾ ആരാകണം? ഇന്റർനാഷണൽ പ്രീച്ചർ ആകണം. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങരുത്. ദൈവവചനം പഠിപ്പിച്ച് മക്കളെ വിശ്വാസത്തിൽ നയിക്കാതെ